ഹലോ ഓൾ, വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് കുറച്ച് വീഡിയോസിലായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് അണ്ടറിൽ വരുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ഈ ഒരു സ്പെസിഫിക് വീഡിയോയിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയുന്ന പോലെ മെയിൻലി 5 എലമെൻറ്റ്സ് ആണുള്ളത്. അതായത് കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ 5 കമ്പോണൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പം 6 ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ നോക്കുമ്പം 1, 2, 3, 4, 5 ആൻഡ് എക്സ്ട്രാ ഒരു 6 കൂടെ ഉണ്ട് അല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 അല്ല, മെയിൻലി 5 ഉള്ളൂ. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം, അതേപോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടും ഒന്നാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഒരു എക്സ്റ്റൻഷനാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. സോ ടെക്നിക്കലി പറയുന്നതാണെങ്കിൽ 5 എലമെൻറ്റ്സ് ആണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. സോ അതായിരിക്കും നമ്മൾ ഈ ഒരു സ്പെസിഫിക് വീഡിയോയിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന റിപ്പീറ്റേഷൻ ആണ് അല്ലേ? ബാലൻസ് ഷീറ്റ് എന്താണെന്ന് എനിക്ക് കുറച്ചൊരു വേഗമായിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ തന്നതാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ജസ്റ്റ് പറയാം. ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ എന്താ? ദ ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ദ മൊമെൻറ്റ് ഇൻ ദാറ്റ് ടൈം. അതായത് ഒരു സ്പെസിഫിക് ടൈമിൽ കമ്പനീൻ്റെ പൊസിഷൻ എന്താ, അല്ലെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ ബേസിക്കലി പഠിക്കുന്നതാണ് അസറ്റ്, ലൈബിലിറ്റി, ഇക്വിറ്റി ആണുള്ളത്. സോ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ഇക്വിറ്റി എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ അതാണ് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് ബേസിക്കലി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതെങ്ങനെയാണ് സെക്ഷൻ എ ആയിട്ട് കണക്ട് ആയിട്ടുള്ളത്. നമ്മുടെ സെക്ഷൻ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഏതാ? എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സെക്ഷൻ എ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ ആ സെക്ഷൻ എയിൽ ഇതെങ്ങനെയാണ് ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഡീറ്റെയിൽഡ് വാല്യുവേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. അക്കൗണ്ട് റിസീവബിൾ, ഇൻവെൻട്രി, അതേപോലെ ലോങ് ടേം HHI, PPE എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ലൈബിലിറ്റി ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് വേറെയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട്, ഈ ബാലൻസ് ഷീറ്റ് ഐറ്റംസിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള കമ്പണൻ്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ എന്താ? ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഓവർ എ പീരീഡ്. ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഒരു കാലയളവിലേക്ക് കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ റവന്യൂവും എക്സ്പെൻസും തമ്മിൽ ഡിഫറൻസ്, അതായത് ഇത്രയും വരവ് വന്നു, അതിൽ ഇത്രയും ചിലവായി, ബാക്കിയിൽ ഇത്രയാണ് എൻ്റെ പ്രോഫിറ്റ്, ഇത്രയേ ഉള്ളൂ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റവന്യൂ റെക്കഗ്നിഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ, അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ മൂവിങ് ഫോർവേഡ് സെക്ഷനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് പറഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്നുള്ളത്, അപ്പോൾ പേര് പോലെ തന്നെ ക്യാഷ് ഫ്ലോ, ക്യാഷ് എത്ര വന്നു, ക്യാഷ് എത്ര പോയി. നിങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന എന്താ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അക്രൂവൽ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ ജസ്റ്റ് എഴുതി വെക്കാം, അക്രൂവൽ ബേസിസ്. അപ്പോൾ എന്താ ഈ അക്രൂവൽ ബേസിസ്? അക്രൂവൽ ബേസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അതേപോലെ എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ ഏണും ഇൻകർ ഇതൊക്കെ എന്താ അല്ലേ? നമുക്ക് നോക്കാം. സോ ഇൻകം ഏൺ ചെയ്യുന്നതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻകത്തിന് അർഹരാവുക. ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു ബിൽഡിങ് വീണ്ടും റെൻറ്റിന് കൊടുത്തു. ഓക്കെ, ഈ ഒരു ബിൽഡിങ് റെൻറ്റിന് കൊടുത്തു. ഞാൻ റെൻറ്റിന് കൊടുത്തത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസത്തേക്കാണ് അസ്യൂം ചെയ്യുക. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നുള്ള 3 മാസത്തേക്കാണ് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ സെപ്റ്റംബർ എൻഡായി, ഇങ്ങനെ പോയി സെപ്റ്റംബർ എൻഡായി, അടുത്ത ഒക്ടോബറിലേക്ക് കടക്കാൻ പോവാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെപ്റ്റംബർ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു മാസം ഞാൻ വാടക കൊടുത്ത് അവരൊരു മാസം അവിടെ തങ്ങി. ഓക്കെ, ഒരു മാസം അവരവിടെ താമസിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മാസം എൻഡ് ആവുമ്പം ആ ഇൻകത്തിന് ഞാൻ അർഹനാവാൻ, ഞാൻ ആ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് അവർ ക്യാഷ് ആയിട്ട് തന്നിട്ടില്ലെങ്കിലും, അവരെനിക്ക് ക്യാഷ് ആയിട്ട് തന്നിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അക്കൗണ്ട്സിൽ വന്നിട്ട് ഞാൻ റെൻറ്റിന് കൊടുത്തിട്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഇത്ര പൈസ ഇൻകം ഉണ്ട് എന്ന് ഇൻകം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും. അതല്ലാതെ ക്യാഷ് റിസീവ് ചെയ്തു, അവരെനിക്ക് ക്യാഷ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏൺ ചെയ്യുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുക. സോ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയോ, റിസീവ് ചെയ്തോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. റിസീവ് ചെയ്തോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്, പകരം നമ്മൾ ഏൺ ചെയ്തോ എന്നാണ് നോക്കേണ്ടത്. അതിനാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയാം. ഇത് ഇൻകത്തിൻ്റെ കേസിൽ. ഇനി നേരെ തിരിച്ച് എക്സ്പെൻസിൻ്റെ കേസിൽ ചിന്തിച്ച് നോക്ക്. എക്സ്പെൻസിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ എക്സാമ്പിൾ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്തോ. ഈ എക്സാമ്പിളിൽ ഇത് ഞാനാണ് റെൻറ്റിന് എടുത്തത്, ഞാൻ നേരത്തെ റെൻറ്റിന് കൊടുത്തതാണ്, ഇത് ഞാനാണ് റെൻറ്റിന് എടുത്തത്. നിങ്ങൾ മനസ്സിലാക്കാം, ഇത് ഇൻകം ആണ് കേട്ടോ, ഇൻകം. ഇനി എക്സ്പെൻസിൻ്റെ കേസ് നമുക്ക് നോക്കാം. എക്സ്പെൻസിൻ്റെ കേസിൽ ഞാൻ പഠിക്കേണ്ട ടെർമിനോളജി എന്താ പറയുന്നത്? ഇൻകർ ചെയ്യുക, ഇൻകർ. ഓക്കെ, നമുക്ക് എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. നമ്മളത് പേ ചെയ്തോ ഇല്ലയോ നോക്കണ്ട, പേ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കണ്ട.
നമുക്ക് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേ എക്സാമ്പിൾ എടുത്തോ, നമ്മൾ എന്ത് ചെയ്തു, ഈ 3 മാസത്തേക്ക് റെൻറ്റിന് എടുത്തു. എന്നിട്ട് സെപ്റ്റംബർ ഒക്ടോബർ 2 മാസമായി. ഒക്ടോബർ എൻഡായപ്പം ഞാൻ അത്രയും കാലം റെൻറ്റ് കൊടുത്തിട്ടില്ല. ഒക്ടോബർ എൻഡായപ്പം ഞാൻ റെൻറ്റ് കൊടുത്തിട്ടില്ല, എനിക്കൊരു ചിലവ് വന്നു. ഞാൻ ക്യാഷ് കൊടുത്തിട്ടില്ല, എനിക്ക് ചിലവ് വന്നോ ഇല്ല എന്നാൽ നമ്മൾ ടെക്നിക്കലി ചിന്തിക്കുക. പക്ഷേ 2 മാസം ഞാൻ അവിടെ തങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ആ റെൻറ്റ് പേ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും ആ എക്സ്പെൻസ് അവിടെ ഇൻകർ ചെയ്തു. എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ, കൊടുത്തോ കൊടുത്തിട്ടില്ല അതൊന്നും അവിടെ മാറ്ററേ ചെയ്യുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. സോ അതാണ് ഇൻകറിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു മൊമെൻറ്റിൽ ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. ഈ റെക്കഗ്നൈസിനെ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പോയി എഴുതണം, എനിക്ക് ഇങ്ങനെ ഒരു ചിലവ് വന്നിട്ടുണ്ടെന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ അക്രൂവൽ കൺസെപ്റ്റ് എന്താ പറയുന്നത്, നമുക്കൊരു ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണം. അതേപോലെ ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണം. അത് റിസീവ് ചെയ്തോ പേ ചെയ്തോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അക്രൂവൽ ബേസിസിൻ്റെ കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അക്രൂവൽ ബേസിസ് അല്ല, ക്യാഷ് ബേസിസ് ആണ്. അക്രൂവൽ ബേസിസ് അല്ല, ക്യാഷ് ബേസിസ് ആണ്. സോ എന്താണ് ക്യാഷ് ബേസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ ഇൻകർ അതേപോലെ തന്നെ ഏൺ ഇൻകർ എന്നൊക്കെയല്ല ടേം യൂസ് ചെയ്തത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ക്യാഷ് വന്നോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബേസിസ് ആണ്. ക്യാഷ് വന്നു ഇത്ര ക്യാഷ് വന്നു, ക്യാഷ് പോയോ ഇത്ര ക്യാഷ് പോയി. ഇല്ല, ക്യാഷിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. നമുക്ക് ലെറ്റ്സ് നമ്മൾ എന്താണ് 6 മാസത്തേക്ക് റെൻറ്റിന് കൊടുത്തു, അവർ 4 മാസമായിട്ട് റെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ക്യാഷ് വന്നിട്ടില്ല. ക്യാഷ് വരാത്തിടത്തോളം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ക്യാഷ് ബേസിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് വന്നാൽ മാത്രമേ നമ്മൾ എഴുതുള്ളൂ, ക്യാഷ് വന്നിട്ടില്ലെങ്കിൽ നമ്മളത് എഴുതില്ല. അതേപോലെ ക്യാഷ് പോയാൽ മാത്രമേ നമ്മൾ ക്യാഷ് റെക്കഗ്നൈസ് ചെയ്യില്ല, ക്യാഷ് ഔട്ട്ഫ്ലോ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ, അത് അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓവർ എ പീരീഡ്, അതായത് ഒരു കാലയളവ്, നമുക്ക് ജനുവരി തൊട്ട് ഡിസംബർ വരെ എത്ര ക്യാഷ് വന്നു എത്ര ക്യാഷ് പോയി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പറയുന്ന പോലെ ഇത്ര വന്നു ഇത്ര പോയി എന്ന് മാത്രമല്ല റെക്കഗ്നൈസ് ചെയ്യുക, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. അതായത് 3 ആക്ടിവിറ്റീസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ എത്ര വന്നു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ എത്ര വന്നു, ഫിനാൻസിങ് ആക്ടിവിറ്റിയിലൂടെ എത്ര വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. സോ എന്താണ്, ചില കമ്പനീസിന് അവരുടെ മൊത്തം ട്രജക്ടറി മനസ്സിലാവണമെങ്കിൽ ഇൻവെസ്റ്റിങ്ങിലൂടെ ഞങ്ങൾക്ക് എത്ര നഷ്ടം വന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിലൂടെ എത്ര ലാഭം കിട്ടി, ഫിനാൻസിങ് കാരണം എത്ര വന്നു എത്ര പോയി എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി സെക്ഷൻ എ, അതായത് നമ്മുടെ സെക്ഷൻ എയിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അപ്പം അവിടത്തേക്ക് എത്തുമ്പോൾ സ്റ്റുഡൻസ് എന്താ പറയുക, യൂഷ്വലി കുറച്ച് ടഫായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 4ാമത്തതും 2ാമത്തതും സെയിം ആണെന്നുള്ളത് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അത് മൂവിങ് ഫോർവേഡ് നമുക്ക് എന്താണ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയ പഠിക്കുന്ന സമയത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, ഫോർ ദ ടൈമിംഗ് നിങ്ങളത് ഇഗ്നോർ ചെയ്തോളാം. ഇനി നെക്സ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഞാനൊന്ന് എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. അതിന് എക്സ്ട്രാ എഴുതിയാൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് വിട്ടുപോയതാണ്. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായിരുന്നു ഇക്വിറ്റി എന്ന് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ റെസിഡ്വൽ ഇൻട്രസ്റ്റ് എന്ന കമ്പനി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, അഗെയിൻ പേര് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ഒരു കമ്പനീൻ്റെ ഇക്വിറ്റിയിലുണ്ടായ ചേഞ്ചസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇൻഡിക്കേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇക്വിറ്റി പോർഷൻ ത്രൂ ഔട്ട് ദ ഇയർ. ഒരു കമ്പനീൻ്റെ ഇക്വിറ്റി പോർഷനിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ നിന്നും ലാസ്റ്റ് എൻഡിലേക്ക് വരുമ്പോൾ എന്താണോ ചേഞ്ച് സംഭവിച്ചത് ആ ചേഞ്ചസ് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഒരു അനോളജി പറയുന്നതാണെങ്കിൽ വർഷത്തിൻ്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇക്വിറ്റി പോർഷൻ്റെ അവസ്ഥ എന്താ, ഇക്വിറ്റി എത്ര ഉണ്ടായിരുന്നു, അതിൽ എന്ത് ചേഞ്ച് സംഭവിച്ചു എന്നുള്ളത് നോക്കി വർഷത്തിന് എൻഡിൽ എന്താണ് അവസ്ഥ എന്നുള്ള രീതി നോക്കുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇക്വിറ്റി. തുടക്കത്തിൽ നമ്മളെല്ലാ ഹെഡിങ് എഴുതി വെക്കും. റീറ്റെയിൻ ഏർണിംഗ്സ് ഇത്ര ഉണ്ടായിരുന്നു, അഡീഷണൽ പെയ്ഡിംഗ് ക്യാപിറ്റൽ, കോമൺ സ്റ്റോക്ക് ഇത്ര എന്നുള്ള രീതിയിൽ ഓരോ ഹെഡ്സിൻ്റെ അണ്ടറിലുള്ള ഫിഗേഴ്സ് എഴുതി വെക്കും. ഇതിൽ എന്താണോ ചേഞ്ച് സംഭവിച്ചത്, ഇത്ര ലാഭം കിട്ടി, ഇത്ര നഷ്ടം വന്നു എന്നുള്ള രീതിയിൽ ഓരോ ചേഞ്ചും മാർക്ക് ചെയ്തിട്ട് വർഷത്തിന് എൻഡിൽ വീണ്ടും നമ്മൾ നോക്കും എത്ര അഡീഷണൽ പെയ്ഡിംഗ് ക്യാപിറ്റൽ, എത്ര കോമൺ സ്റ്റോക്ക്,
അതേപോലെ എത്ര റീറ്റെയിൻ ഏർണിങ്സ്, എത്ര ലോസ് എന്ന രീതിയിൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നതിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കമ്പയറിംഗ് ടു അതർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം നമ്മൾ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് എന്തിനില്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഇല്ല കമ്പാരിറ്റീവ്ലി. ഓക്കെ, നമ്മുടെ സിലബസിലും ഇല്ല, റിയൽ ലൈഫിലും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, 4 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 5ാമത്തെ കാര്യമാണ് നമ്മളെ നോട്ട്സ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത്. സോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ്സും, ഒന്നാമത്തെ എന്താ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം, ടൈം സേവ് ചെയ്യാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ ബാലൻസ് ഷീറ്റ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, SOCIE. ഓക്കെ, ഈ 4 കാര്യങ്ങൾ പറഞ്ഞതൊക്കെ എന്താണ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് ന്യൂമറിക്കലി എഴുതിയതാണ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യം, കുറേ നമ്പേഴ്സ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കുറേ കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ കുറേ നമ്പേഴ്സ്. എല്ലാം ന്യൂമറിക്കൽ ഇൻ നേച്ചറാണ് അല്ലേ, ന്യൂമറിക്കലാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു ബാലൻസ് ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം ഒരാൾ ഇതെടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് ഒരു ഫുൾ ഐഡിയ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾ നോക്കുമ്പം അസറ്റ് ഇത്രേ, ലയബിലിറ്റി ഇത്രേ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഒരു ഫുൾ പിക്ചർ കിട്ടണമെങ്കിൽ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ഫുള്ള് ന്യൂമറിക്കലായിട്ട് കുറേ അക്കങ്ങൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അതെടുത്ത് നോക്കുമ്പം മനസ്സിലാക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നോട്ട്സ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, അഡീഷണൽ നോട്ട്സ് അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറയുന്നത്. സോ ഈ നോട്ട്സിനെ കൊണ്ടുള്ള യൂസേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോട്ട്സ് റിട്ടേൺ ആയിരിക്കും. അതായത് റിട്ടേണിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂമറിക്കൽ അല്ല, പകരം എന്താണ്, പാരഗ്രാഫ് ഫോർമാറ്റിലാണ് ഉണ്ടാവുക. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇതിലുണ്ടാവുക. ഓക്കെ, ഈ നോട്ട്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അത് നമ്മൾ നോട്ട്സിലാണ് കൊടുക്കുക. സോ ഒരാൾ ഇത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇപ്പം അവർ പറയുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഇത്ര, അല്ലെങ്കിൽ ഈ അസറ്റിന് ഇത്ര വാല്യൂ ഉണ്ട് എന്നൊക്കെ പറയുമ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് ഈ അസറ്റിന് ഇത്ര വാല്യൂ വന്നത് എന്നുള്ളത് നമ്മൾ എവിടെ കൊടുക്കുക, ഈ അഡീഷണൽ നോട്ട്സിലാണ് കൊടുക്കുക. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 4 ന്യൂമറിക്കൽ ഫോർമാറ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്, ഈ നോട്ട്സിന് വലിയ വിലയില്ല, ബാക്കി 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയല്ല, ഈ 5 സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി കമ്പൈൻ ചെയ്താലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫുള്ളായി മാറുന്നുള്ളൂ. സോ ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ സെക്ഷൻ എൻ്റെ ഇനീഷ്യൽ മൊഡ്യൂൾ കവർ ചെയ്യുന്ന സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. ബാലൻസ് ഷീറ്റ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കും. എന്താണ് ബാലൻസ് ഷീറ്റിൽ, ഇതിലുള്ള ഓരോ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അതിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് കവർ ചെയ്യും. അത് കഴിഞ്ഞ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ അണ്ടറിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ട് നമ്മളൊരു ഐഡിയ തരും. അങ്ങനെ ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ മൂവിങ് ഫോർവേഡ് നമ്മൾ ഓരോന്നും ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു ഫുൾ പിക്ചർ കിട്ടുക. സോ മൂവിങ് ഫോർവേഡ് ഇനി വരാൻ പോകുന്ന ഓരോ ടോപ്പിക്സ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇൻ ഡീറ്റെയിൽ കവർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റാണ്, ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി ഫുൾ കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വെച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ മാക്സിമം ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് ആംഗിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കൊരു എന്താ പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. സോ മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.